പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുത്തു. അത് മുണ്ടക്കയിൽ നിന്ന് കണ്ടെത്തി. ആ മൃതദേഹം ഇപ്പോൾ ഇപ്പുറത്തേക്ക് ചൂരൽമലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ് രക്ഷാപ്രവർത്തകർ. അങ്ങനെ എത്രയെത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ട്, കുടുങ്ങിപ്പോയിട്ടുണ്ട്, നമുക്ക് ഈ നിമിഷവും അറിയില്ല. വളരെ അധികം മനുഷ്യനെ തകർക്കുന്ന, ഇല്ലാതാക്കുന്ന കാഴ്ചകളാണ്. അത്രയും ഒരു നോവായി, ഹൃദയത്തിലൊരു നോവായി നിൽക്കുകയാണ് ആ കാഴ്ചയൊക്കെ. ഫെലിക്സ് പറയൂ. ഈ മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന രക്ഷാപ്രവർത്തനത്തെ കാരണമായി ഇതിന് തരത്തിലും വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ സജ്ജമായി തന്നെ ആ പദ്ധതികൾ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. നെല്ലിപ്പാലം തീർച്ചയായിട്ടുമായിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ അത് അത്യന്തം സങ്കടകരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത്രയും വേദനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ദുരന്തത്തിന്റെ എല്ലാ രൗദ്രഭാവങ്ങൾക്കും ശേഷം നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരു പിഞ്ചു കുഞ്ഞാണ്, എത്ര വയസ്സുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഒരുപക്ഷെ 3-4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിന്റെ മൃതദേഹമാണ് ഈ പറയുന്ന മുണ്ടക്കയിൽ നിന്നും ഇവിടേക്ക് അവരെടുത്തു കൊണ്ടുവന്നു. പിന്നീട് ഇവിടുന്ന് കയറിൽ കെട്ടിയും ആ കയർ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ചൂരമലയിൽ എത്തിച്ച് അവിടെ നിന്നും ആംബുലൻസിൽ കയറ്റി ഇനിയിപ്പോൾ മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ്. തീർച്ചയായും കല്ലുതുള്ളി പെയ്ത മഴ, പിന്നീടുണ്ടായ ഉരുൾപൊട്ടൽ, അതിന് എല്ലാത്തിനും ഒടുവിൽ ഇത്തരം ചില കാഴ്ചകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതൊരു വേദന മാത്രമല്ല, അതൊരു ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്ന തരത്തിലുള്ളൊരു വലിയ മുറിവായി മാറുന്നു എന്നതാണ്. അത്തരം കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നു എന്നത് തീർച്ചയായും അത്യന്തം വേദനിപ്പിക്കുന്നതാണ്, വളരെ വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. അത്തരം ചില കാഴ്ചകൾക്ക് കൂടി ഈ പ്രദേശം വേദിയാകുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ മറ്റൊരു മൃതദേഹം കൂടി എത്തിച്ചിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് അറിയില്ല, മൃതദേഹം തിരിച്ചറിഞ്ഞോ എന്നും അറിയില്ല. ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ചൂരൽമലയിലേക്ക് മറ്റൊരു മൃതദേഹം കൂടി എത്തിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ കയർ ഉപയോഗിച്ച് ചൂരൽമലയിലേക്ക് എത്തിക്കും. ഇവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകും. അങ്ങനെ ഇതിപ്പോൾ 10ാമത്തെ മൃതദേഹമാണ് ഈ സമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അതായത് ഓരോ മണിക്കൂറിലും ഓരോ മൃതദേഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച. ആര് കണ്ടാലും നമുക്ക് നെഞ്ച് തകർന്നു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം അല്പം മുമ്പ് ആണ് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക്, അതായത് മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നതാണ്. അത്തരം ചില കാഴ്ചകൾ അത് നമ്മെ തീർത്തും സങ്കടപ്പെടുത്തുന്നതാണ്. തീർച്ചയായും രക്ഷാപ്രവർത്തകർ അതൊക്കെ മറന്നുകൊണ്ട് ആ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ച് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. വീണ്ടും മറ്റൊരു മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അതായത് വീണ്ടും ഒരു വാഹനത്തിൽ മൃതദേഹം എത്തിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു മൃതദേഹം കൂടി. അങ്ങനെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ആളുകളുടെ ചേതനയേറ്റ ശരീരമാണ് മുണ്ടക്കയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് എത്തുന്നത്, പ്രത്യേകിച്ചും ചൂരമലയിലേക്ക് എത്തുന്നത്. ഈ കയറിൽ കെട്ടി ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹമൊക്കെ ഈ മറ്റൊരു കരയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച, അത് തീർച്ചയായിട്ടും അത് വിവരിക്കാനൊന്നും കഴിയില്ല. അത്രയേറെ സങ്കടപ്പെടുത്തുന്നതാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണേണ്ടി വരുന്നല്ലോ എന്ന് പറയാനല്ലാതെ മറ്റെന്ത് കഴിയും? ചില സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടില്ല, എന്ത് പറയണമെന്നറിയാതെ, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പറയാതെ നമ്മൾ പോലും മനുഷ്യരാണ്, അങ്ങ് വിറങ്ങലിച്ചു പോകും. അതുപോലെയുള്ള അവസ്ഥയാണ് ചുറ്റും. ചൂരൽമലയിലായാലും ശരി, മുണ്ടക്കയത്തായാലും ശരി, രക്ഷാപ്രവർത്തകർക്ക് നേരെ കൈ നീട്ടുകയാണ്. ആ രക്ഷാകരം പിടിക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ് മുണ്ടക്കൈ എന്ന്. ഇവിടെ ആ മണ്ണിനടിയിൽ പൊതഞ്ഞു കിടക്കുന്ന വീടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ ആളുകളിലേക്ക് അതിവേഗം എത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കനത്ത മഴ പെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമെന്ന് വലിയ ആശങ്കയുണ്ട്. നേരത്തെ അനന്തനും മാർഷലും ഫെലിക്സും ഒക്കെ സംസാരിക്കുമ്പോൾ മഴ കാരണം അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ ചോദ്യമുണ്ട്. അതൊരു വലിയ പ്രയാസം ആയി നിൽക്കുകയാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞ് 150ഓളം രക്ഷാപ്രവർത്തകർ നിലവിൽ മുണ്ടക്കയത്തുണ്ട്.